അപ്പോൾ നാട് വിട്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ പൂനെ വന്ന് എങ്ങനെ ലീവ് കിട്ടിയെന്നല്ലേ ഒരാഴ്ചത്തേക്ക് ലീവ് അങ്ങ് എടുത്തു. അങ്ങനെ പൂനെ വന്നിട്ട് ഈ സ്ട്രീറ്റ് ഷോപ്പിങ്ങിനെല്ലാം ഞങ്ങൾ കയറി. അപ്പോഴത്തേക്കിനാണ് അമ്മ അവിടെ കണ്ട ഒരു കടയിൽ നിന്ന് ഒരു പാത്രം എടുത്തിട്ട് കാണുന്ന എല്ലാം പറക്കിടാൻ തുടങ്ങി. അവസാനം എടുത്ത ഹെയർ ബാൻഡിന് 50 രൂപ എന്തോ ആയെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അമ്മ ഒരുമാതിരി ഷോക്കായി. 50 രൂപയോ? അവസാനം ബാർഗൈനിങ് തുടങ്ങിയപ്പോൾ ഞാൻ നൈസായിട്ട് അങ്ങ് ഇറങ്ങി അടുത്ത കടയിലോട്ട് ഞാൻ കയറി. അവസാനം അമ്മ ഡ്രസ്സ് മാക്സി എന്തൊക്കെയോ നോക്കാൻ തുടങ്ങി. അതിനുശേഷം എന്തൊരു തിരക്കായിരുന്നു അവിടെ കൂടിയെന്നറിയോ. എന്നിട്ട് നമ്മൾ ബാഗെല്ലാം നോക്കാൻ പോയി. എന്നിട്ട് അമ്മയ്ക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ട് 2 വാങ്ങുകയും ചെയ്ത്. അവസാനം എനിക്ക് വിഷമമായത് എപ്പോഴാണ് QR കോഡ് എനിക്കിട്ട് നീട്ടിയപ്പോഴത്തേക്കിന് പിന്നെ അതൊക്കെ പേ ആക്കി നമ്മൾ ഓട്ടോ കയറി അടുത്തുള്ളൊരു മോളിൽ പോയി. അവസാനം അവിടുത്തെ ടെസ്റ്റർ പെർഫ്യൂം അമ്മ ആർക്കും കൊടുക്കാതെ കയ്യിലെടുത്ത് വെച്ച് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനും ഒന്ന് വാങ്ങി, അമ്മയൊന്ന് വാങ്ങി. ഞങ്ങളങ്ങനെ 2 വാങ്ങി. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിക്കുക. അമ്മ ഓർഡർ ആക്കിയത് ചോലെ ഭട്ടൂരയും ഞാൻ ഓർഡർ ആക്കിയത് പാവ് ഭാജിയായിരുന്നു. എൻ്റെ പാവ് ഭാജിനേക്കാളും എനിക്ക് പക്ഷെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അമ്മയുടെ ചോലെ ഭട്ടൂരയായിരുന്നു. അങ്ങനെ പോകാൻ നേരത്ത് പർപ്പിളിലൊന്ന് കയറാമെന്ന് വിചാരിച്ച് എനിക്ക് വേണ്ടി ഫൗണ്ടേഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി. ബില്ലെല്ലാം അമ്മയാണ് പേ ആക്കിയത്. ഞങ്ങൾ ടോട്ടലി ഒരു 6 പ്രോഡക്റ്റ്സോളം കാണുന്നത് 6 പ്രോഡക്റ്റ്സോളം വാങ്ങി. അതിൻ്റെ കൂടെ പർപ്പിളിൽ നിന്നൊരു പൗച്ച് ഫ്രീ കിട്ടി. അപ്പോഴത്തേക്കിനും അമ്മയ്ക്ക് നല്ല സന്തോഷം. ബിക്കോസ് പിന്നെ ബില്ലെല്ലാം അമ്മയാണല്ലോ പേ ആക്കിയത്. അപ്പം അവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് സീരീസിൽ കാണാം. ബൈ.